കെ മുരളീധരന് പിന്തുണയുമായി കോഴിക്കോട് ഫ്ലെക്സ് ബോർഡ്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ആരാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്? അതുപോലെ തന്നെ ഈ ഫ്ലെക്സ് ബോർഡിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? എന്തായാലും കോഴിക്കോട് CH മേൽപ്പാലത്തിന് സമീപത്തും ഒപ്പം തന്നെ കെ മുരളീധരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നടക്കാവിലുമായാണ് ഈ ഒരു ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ കെ മുരളീധരൻ്റെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് നയിക്കാൻ നായകൻ വരട്ടെ, അന്ന് വടകരയിൽ, പിന്നെ നേമത്ത്, ഇന്ന് തൃശ്ശൂരിൽ എന്നൊരു വലിയ ശീർഷകം നൽകുന്നു. അതിനുശേഷം ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ടാണ് ആ വാചകങ്ങളുള്ളത്. അങ്ങ് പോരാട്ടത്തിനിറങ്ങിയത് ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരുടെയും അഭിമാനം സംരക്ഷിക്കാനാണ്. മതേതരത്വത്തിനായി അചഞ്ചലമായി നിലകൊണ്ടതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റ് വീണത്. അതായത് തൃശ്ശൂരിൽ, ഒപ്പം തന്നെ തൃശ്ശൂരിൽ BJPക്കെതിരെ പോരാടിയതിനു കൊണ്ടാണ് താങ്കൾക്ക് ഒരു രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്, രാഷ്ട്രീയ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അത് കൃത്യമായി പറയുന്നു. മതേതരത്വത്തിനായി നിലകൊണ്ടതിൻ്റെ പേരിലാണ് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റ് വീണത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് പറയുന്നു. കാരണം നയിക്കാൻ കെ മുരളീധരൻ വരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, പ്രിയപ്പെട്ട KM, നിങ്ങൾ മതേതര കേരളത്തിൻ്റെ ഹൃദയമാണ്. അതായത് പ്രിയപ്പെട്ട കെ മുരളീധരൻ, നിങ്ങൾ ഈ മതേതര മനസ്സുള്ള കേരളത്തിൻ്റെ ഹൃദയമാണെന്ന് പറയുന്നു. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. താഴെ കൈപ്പത്തി ചിഹ്നവും ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും കെ മുരളീധരനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്തകൾ, അല്ലെങ്കിൽ പരിഗണിക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ഈ കെ മുരളീധരൻ്റെ വിഷയത്തിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെയും പിന്നീടുണ്ടായ തൃശ്ശൂരിൽ DCCയിലുണ്ടായ സംഘർഷത്തിൻ്റെയും എല്ലാം പേരിൽ ഇവിടെ DCCക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വം തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡുകൾ CH ഓവർബ്രിഡ്ജിൻ്റെ പരിസരത്തും ഒപ്പം തന്നെ കെ മുരളീധരൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നടക്കാവിലുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് കെ മുരളീധരനെ തിരിച്ചു വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രവർത്തകർ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായാണ് കെ മുരളീധരനെ പിന്തുണയ്ക്കുന്നവർ ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. റിയാസ്, കഴിഞ്ഞ ദിവസം കെ മുരളീധരന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇനി പൊതുരംഗത്തേക്ക് തൽക്കാലമില്ല, പദവികളൊന്നും ഇപ്പോൾ തെരഞ്ഞെടുക്കില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന്. ഇതൊക്കെ പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും ഇത് കെ മുരളീധരനെ സ്നേഹിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കെ മുരളീധരൻ ഇതേക്കുറിച്ച് ധാരണയുണ്ടോ എന്നുള്ളത് എന്തായാലും നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. എന്തായാലും നേരത്തെയും കെ മുരളീധരൻ വരട്ടെ, KPCC നേതൃത്വത്തെ നയിക്കട്ടെ, കെ മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന തരത്തിൽ നേരത്തെ ഒരു വർഷം മുൻപ് ഇതേ കോഴിക്കോട് ഫ്ലക്സ് ബോർഡുകൾ നിരന്നിരുന്നു. എന്നാൽ അന്ന് അതിനെ കെ മുരളീധരൻ തന്നെ തള്ളിപ്പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. തൃശ്ശൂരിൽ പരാജയപ്പെട്ട് രാഷ്ട്രീയമായി വലിയ തോതിൽ മാനസികമായി തകർന്നിരിക്കുന്ന കെ മുരളീധരൻ, ആ കെ മുരളീധരന് വലിയ ഒരു രാഷ്ട്രീയമായ ഒരു സിമ്പതി തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും കെ മുരളീധരന് വലിയ അണികളുടെ പിന്തുണയുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. സാധാരണ കോൺഗ്രസ് നേതാക്കളിൽ വളരെ ചുരുക്കം പേരാണ് അണികളുടെ പിന്തുണയുള്ള നേതാക്കളുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ അണികളുടെ പിന്തുണയുള്ള നേതാവാണ് കെ മുരളീധരൻ. ഇന്ന് അതായത് കെ സുധാകരൻ എന്തായാലും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നേതൃത്വത്തെ KPCC പ്രസിഡന്റ് പദം താൻ കെ മുരളീധരനായി മാറിക്കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലും ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ മാത്രമല്ല, നടക്കാവിൽ കെ മുരളീധരൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കെ മുരളീധരനെ പിന്തുണയുമായിട്ട് കോഴിക്കോട് ഫ്ലെക്സ് ബോർഡ്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ആ ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.